ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ വലിയ അഭിമാനത്തിലാണ് ഇരിക്കുന്നത്. നമ്മളുടെ വലിയ വിജയം, നമ്മളുടെ സൈന്യത്തിൻ്റെ നേട്ടം, രാജ്യത്തിൻ്റെ ആയുധശക്തി, ഇതിലെല്ലാം നമ്മൾ അഭിമാനിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ അനിൽ ചൗഹാൻ പറയുകയാണ്, നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പറയുകയാണ്, നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ യുദ്ധവിമാനങ്ങളിൽ ചിലത് നഷ്ടപ്പെട്ടു എന്ന്. ഒരു നിരാശ ഉണ്ടാക്കുന്നില്ലേ അത്? അത് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നമ്മൾ ഒന്നുകൂടെ എടുത്ത് വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തോട് 2-3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യയുടെ 6 വിമാനങ്ങൾ വീഴ്ത്തിയോ എന്ന് ചോദിച്ചു. ഇല്ല, ബേസ്ലെസ് ആണ്, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എവിടെ വിമാനം വീണു എന്നാണ് പറയുന്നത്? നമ്മുടെ ചില വിമാനങ്ങൾ ഡൗൺ ചെയ്യേണ്ടി വന്നു, ഡൗൺഡായി എന്ന് പറഞ്ഞു. ഡൗൺഡായി എന്ന് പറഞ്ഞാൽ വെടിയേറ്റ് വീണു എന്നുമുണ്ട്, നമ്മൾക്ക് ഇറക്കേണ്ടി വന്നു എന്നുണ്ട്. സാധാരണ വിമാനങ്ങൾ ഇറക്കി വെക്കുന്ന നമ്മുടെ ധ്രുവ ഹെലികോപ്റ്ററുകൾ മെഷീൻ തകരാറുകൾ കൊണ്ട് അടിക്കടി അപകടങ്ങൾ. അവസാനം കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ധ്രുവ തകർന്നതിനെ തുടർന്ന് ധ്രുവ ഹെലികോപ്റ്ററുകൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, പറക്കുന്നില്ല. ഇനി അടുത്ത പരീക്ഷണങ്ങൾ നടത്തി അടുത്ത സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിഞ്ഞിട്ട് പറന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറയുന്ന പോലെ നമ്മുടെ ചില വിമാനങ്ങൾ നമ്മൾ ഡൗൺ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ വെടിയേറ്റ് വീണു എന്ന് വ്യാഖ്യാനിക്കാം, തെറ്റൊന്നുമില്ല. നമ്മുടെ വിമാനങ്ങൾ വെടിയേറ്റു വീണു എന്ന് മലയാള മനോരമ ഉൾപ്പെടെ ഉള്ള പത്രങ്ങൾ വാർത്ത കൊടുത്തു. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. വിമാനങ്ങൾ ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ വെടിയേറ്റ് വീണുന്നുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, 6 നമ്മുടെ വിമാനങ്ങൾ വെടിയേറ്റ് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ആയിരിക്കണമല്ലോ. വളരെ ഈ ബ്ലൂംബർഗ് ഇൻ്റർവ്യൂവിൽ, സിംഗപ്പൂരിൽ നടന്ന ബ്ലൂംബർഗ് ഇൻ്റർവ്യൂവിൽ 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, റോയിട്ടേഴ്സിൻ്റെ ഒന്ന് ബ്ലൂംബർഗിൻ്റെ. ലേഖിക ചോദിക്കുന്നു, പാകിസ്ഥാൻ ഇന്ത്യയുടെ റാഫേൽ ഉൾപ്പെടെ 6 വിമാനങ്ങൾ വെടിവെച്ചു വീഴ്ത്തിയോ എന്ന് ഡയറക്റ്റായിട്ട് അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഇല്ല, ബേസ്ലെസ് ആണെന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ലേ? അതെ, നമ്മുടെ വിമാനം വെടിവെച്ച് വീഴ്ത്തണമെങ്കിൽ പാകിസ്ഥാനാണ്. അപ്പോൾ ഡൗൺ ആയ എന്ന് പറഞ്ഞാൽ വെടിയേറ്റു വീണു എന്നാണോ അതോ വിമാനങ്ങൾ നമുക്ക് തിരിച്ചിറക്കേണ്ടി വന്നു എന്നാണോ വ്യാഖ്യാനിക്കേണ്ടത്? അവിടെ ഒരു സംശയത്തിൻ്റെ കണികയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ആദ്യത്തെ ദിവസം യുദ്ധം തുടങ്ങി, നമ്മുടെ സൈനിക വിമാനങ്ങൾക്ക് നമ്മൾ കൊടുത്ത കമാൻഡ് നമ്മുടെ അതിർത്തി കടക്കരുത്, അതിർത്തി കടക്കാതെ നമ്മുടെ ഭൂപരിധിക്കുള്ളിൽ, ആകാശപരിധിക്കുള്ളിൽ നിന്ന്, അല്ലെങ്കിൽ LOC ലൈൻ ഓഫ് കൺട്രോളിന് ഇപ്പുറത്ത് നിന്ന് നമ്മൾ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു. തർക്കമൊന്നുമില്ലല്ലോ. അതിൽ നമ്മൾ 100% വിജയം നേടി. അത് കഴിഞ്ഞിട്ടാണ് CDS പറയുന്നത്, നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, തന്ത്രപരമായ ചില പിശകുകൾ സംഭവിച്ചു, അത് ഞങ്ങൾ പിറ്റേന്ന് പരിഹരിച്ചു. അപ്പോൾ ഈ ഡൗണായി എന്ന് പറയുന്നത് വിമാനം തകർന്നതാണെങ്കിൽ, നമ്മൾ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക്, തന്ത്രപരമായ പിശകുകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഡൗൺ ആയെങ്കിൽ ഉറപ്പായും അത് ഒന്നെങ്കിൽ ഇന്ത്യയിൽ വീഴണം. ഒരു വിമാനം വീഴുന്നത് ആരും അറിയാതെ രഹസ്യമായിട്ടൊന്നും വീഴാൻ പറ്റില്ല, തദ്ദേശവാസികളൊക്കെ അറിയും അല്ലേ? അവരാരെങ്കിലുമൊക്കെ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ പറയും. ഒരു നാട്ടിലുള്ള ജനങ്ങളുടെ മുഴുവൻ വായടക്കി കെട്ടാൻ ഇന്ത്യൻ പട്ടാളം വിചാരിച്ചാലൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ വരും, അതിൻ്റെ വാർത്തകൾ വരും, കഥകൾ പരക്കും. ഇനി പാകിസ്ഥാനിലാണെങ്കിലോ ഉറപ്പായിട്ടും അവരതിൻ്റെ ചിത്രങ്ങൾ വിടും. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. അപ്പം നമ്മുടെ വിമാനം തകർന്നു വീണിട്ടുണ്ടോ? ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ഓഫ് സംശയമാണ്, വലിയ സംശയത്തിൻ്റെ ഒരു നാളെ എപ്പോഴെങ്കിലും ഇത് പുറത്ത് വരുമായിരിക്കും. പിന്നെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞില്ല, എന്തുകൊണ്ട് പ്രതിരോധ മന്ത്രി ഇതൊന്നും പറഞ്ഞില്ല എന്ന് അവരല്ല പറയേണ്ടത്. യുദ്ധം നടത്തുന്നത് പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ അല്ല, സൈന്യമാണ്. ഇത് പറയാനുള്ള അവകാശം സൈന്യത്തിനാണ്, സൈന്യത്തിന് മാത്രമാണ്. സൈന്യം മാത്രമാണ് ചെയ്യേണ്ടത്. സൈന്യം അത് പറയേണ്ട സമയത്ത് സൈന്യം പറയും. അതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് റോളില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, പാകിസ്ഥാനിൽ വീണിട്ടില്ല, ഉണ്ടെങ്കിൽ അവരത് ആഘോഷിച്ച് ദാ ഇന്ത്യൻ വിമാനം വീണിരിക്കുന്നു എന്ന് പറയും, ഇന്ത്യൻ പൈലറ്റിനെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഇന്ത്യൻ ഫൈറ്റേഴ്സ് LOC കടക്കാൻ പാടില്ല. കാരണം ഏതെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായി, ഏതെങ്കിലും ഡാമേജ് ഉണ്ടായി, അഭിനന്ദ് വർദ്ധമാൻ വീണതുപോലെ നമ്മുടെ ഒരു പൈലറ്റ് പാകിസ്ഥാൻ്റെ കയ്യിൽ പെടാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ വിമാനങ്ങൾ അതിർത്തി കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് നമ്മൾ വിജയിച്ചല്ലോ. അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് ഒരു വിമാനം തകർന്നു വീണതിനെ അങ്ങനെ ഒളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ജൂൺ 2 പോലും അങ്ങനെ ഒരു വിമാനം തകർന്നു വിടുന്നതിൻ്റെ ഒരു ചിത്രവും വന്നിട്ടില്ല. ഇടയ്ക്ക് വന്ന ചിത്രങ്ങൾ വിമാനങ്ങൾ ഉപയോഗിച്ച ഡ്രോപ്പ് ടാങ്ക് ആയിരുന്നു. അഡീഷണൽ ഫ്യൂവൽ കരുതുന്ന ഡ്രോപ്പ് ടാങ്കിൻ്റെ ചിത്രം വിമാനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഒരു വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി. അത് പൊളിഞ്ഞുപോയി. വിമാനമല്ല, ഇന്ധന ടാങ്കാണ്. കാരണം അഡീഷണൽ ഒരു ഇന്ധന ടാങ്ക് വെക്കും, അത് ചിലപ്പം കൂടുതൽ വേഗത ആർജിക്കാൻ നിർത്തി ഇത് ഇജക്റ്റ് ചെയ്ത് കളയും. അങ്ങനെ വീണതിൻ്റെ ഒരു ഭാഗമാണ് കണ്ടത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം.
അപ്പോൾ നോക്കേണ്ടത്, അപ്പോൾ വിമാനങ്ങൾ, അപ്പോൾ കൃത്യമായി CDS പറഞ്ഞു, സംയുക്ത സേനാ മേധാവി പറഞ്ഞു, ചോദ്യത്തിന് ഡയറക്റ്റ് ആൻസർ പറഞ്ഞു, ഒരൊറ്റ വിമാനവും പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയിട്ടില്ല. പിന്നെ ആരെന്ന് ചോദിച്ചാൽ ഇനി സംഭവിക്കാവുന്നത് ടാക്റ്റിക്കൽ മിസ്റ്റേക്കിനെ കുറിച്ചാണ് പറയുന്നത്. ടാക്റ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിമാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് മിറാഷ് ഉണ്ട്, മിഗ് ഉണ്ട്, റഫേൽ ഉണ്ട്, സുഖോയ് Su-30 MKI ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ. ശ്രദ്ധിക്കണം, ഇതെല്ലാം പല രാജ്യങ്ങളുടെ വിമാനങ്ങളാണ്. റഷ്യനുണ്ട്, ഫ്രാൻസിൻ്റെ ഉണ്ട്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം അല്ല വിമാനങ്ങൾ. പലതിൻ്റെയും ഈ പറഞ്ഞ പോലെ വേഗതയിൽ, ത്രസ്റ്റിൻ്റെ, മാനുവറബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ വിമാനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചത്. പാകിസ്ഥാൻ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പാകിസ്ഥാൻ ഉപയോഗിച്ച മിക്കവാറും വിമാനങ്ങൾ ചൈനയുടെയാണ്. നമ്മൾ ഉപയോഗിച്ചത് ഈ പറഞ്ഞ പോലെ റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, നമ്മുടെ അവാക്സ് പോലും ബ്രസീലിൻ്റെയും ഇസ്രയേലിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ ഉപയോഗിച്ച വിവിധ പാറ്റേണിലുള്ള മെഷീൻസാണ് വിമാനങ്ങളെല്ലാം. ഈ മെഷീൻസൊക്കെ പറത്തിയപ്പോൾ എല്ലാം ഒരേപോലെ പോയോ? ഏറ്റവും കരുത്തുറ്റ വിമാനങ്ങളുടെ പുറകിൽ വേണം ബാക്കി വിമാനങ്ങൾ നിൽക്കാൻ. അത് ഒരുപക്ഷെ നമ്മുടെ വിമാനങ്ങളെല്ലാം ഒരേപോലെ മുൻനിരയിലേക്ക് പോയോ? അങ്ങനെ ഉണ്ടെങ്കിൽ പലതിന് പല വേഗത, പല കരുത്ത് ഒക്കെ ഉണ്ടാവും. ഇപ്പം ഈ സുഖോയ് എന്ന് പറയുന്ന വിമാനം, അതാണ് നമ്മുടെ പക്കലുള്ള ഏറ്റവും സുഖോയ് Su-30 MK1 MKI ആണെന്ന് തോന്നുന്നു. ഏറ്റവും മികച്ച വിമാനം അതാണ്. അതിനൊപ്പം നിൽക്കില്ല റാഫേൽ വേഗതയിൽ പോലും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലം റാഫേൽ നമ്മുടെ കയ്യിലുണ്ടെന്ന്, റാഫേലിൽ അത്ര മികച്ച വിമാനമൊന്നും അല്ല. കമ്പാരിറ്റീവ്ലി ഭേദമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനമാണെന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ പക്കലുള്ളതിൽ മികച്ച വിമാനം സുഖോയ് തന്നെയാണ്. അപ്പോൾ സുഖോയേക്കാളും മികച്ചതാണ് റഫേൽ എന്നുള്ള ഒരു ധാരണ കുറച്ചു കാലമായി നമ്മുടെ മീഡിയ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ സുഖോയ് പോലെയുള്ള വിമാനങ്ങളുടെ നിഴലായിട്ട് നിൽക്കേണ്ട വിമാനമാണ് റഫേൽ. ഇത് ഡിഫൻസ് സൈറ്റുകളിലെ ഡിഫൻസ് വിദഗ്ധർ പറയുന്നതാണ്, എൻ്റെ അഭിപ്രായം. നമ്മൾ ഇതിനകത്ത് ലേമനാണ്, നമ്മൾ വായിച്ച് അറിഞ്ഞ് കേട്ടറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും സുഖോയ് വിമാനങ്ങളുടെ പിന്നിൽ വേണം ആര് നിൽക്കാൻ? റഫേൽ നിൽക്കാൻ. റഫേൽ മുന്നിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ പോകുമ്പോൾ ഈ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഇതെല്ലാം പല പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മുടെ അവാക്സ് എന്ന് വെച്ചാൽ അവാക്സ് ആണല്ലോ ആകാശത്തുള്ള ചുറ്റുമുള്ള ഈ മറ്റ് ലക്ഷ്യങ്ങൾ, ടാർഗറ്റുകൾ, നമുക്ക് നേരെ വരുന്ന ശത്രു സോഴ്സസിനെയൊക്കെ കണ്ടെത്തുന്നതാണ് അവാക്സ് സംവിധാനമാണ്. നമ്മുടെ അവാക്സ് ഇസ്രയേൽ, ബ്രസീൽ കോമ്പിനേഷനിൽ ഉണ്ടാക്കി, നമ്മുടെ സ്വന്തമല്ല. അപ്പോൾ ഇതെല്ലാം പല രാജ്യങ്ങളുടെയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അവാക്സ് ചിലപ്പം ഒരു നമ്മുടെ തന്നെ റഫേൽ വരുമ്പോൾ അത് ശത്രുവായിട്ട് മാർക്ക് ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ മിസ്റ്റേക്കിനെയാണോ CDS പറയുന്ന സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക്? ഇത്തരം പല പ്ലാറ്റ്ഫോമിലുള്ള പല രാജ്യങ്ങളുടെ പല കാറ്റഗറിയിലുള്ള വിമാനങ്ങളെ ഒരുമിച്ച് പറത്തി ഒരേ തരത്തിൽ നമ്മൾ വിട്ടതിൻ്റെ ഈ മനോവറബിലിറ്റിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ട്. ത്രസ്റ്റും സ്പീഡും ഒക്കെ പലതായിരിക്കുന്ന വിമാനങ്ങളെ ഒരേപോലെ ഓരോ ശ്രേണിയായി ഓരോരോ നിരകളിലെ വിടാൻ പറ്റുള്ളൂ. അത്തരം ഒരു പെശക് നമുക്ക് പറ്റിയത് കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്നാണോ അദ്ദേഹം ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്? കാരണം തകർന്നു വീണായിട്ട് കണ്ടിട്ടില്ല. കാരണം വീണ ഉടനെ കൊട്ടയ്ക്കകത്ത് വാരിക്കൊണ്ടുപോകാൻ, വിമാനം തകർന്നാൽ ഉടനെ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം കൃത്യം താഴേക്ക് ഒരു പോയിന്റിൽ മാത്രം വീഴില്ല, ഒരുപാട് കിലോമീറ്ററുകൾ ഏറിയയിലേക്ക് ചെതറി വീഴും. അത് മുഴുവൻ വാരി എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അത്തരം ഒരു ട്രേസസ്, കഷണങ്ങൾ, അടയാളങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായിരിക്കാം? ഒരു പക്ഷേ നമ്മുടെ ചില വിമാനങ്ങൾക്ക് ഗുരുതരമായ ഡാമേജ് പറ്റി. അതൊരു പക്ഷേ നമ്മുടെ തന്നെ അവാക്സിൽ കിട്ടിയ റോങ് സിഗ്നൽ ഉപയോഗിച്ച് നമ്മുടെ തന്നെ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഫൈറ്റർ ജെറ്റുകൾ ആക്രമിച്ചതാവാം, അല്ലെങ്കിൽ ഇനി പാകിസ്ഥാൻ്റെ തന്നെ വെടികൊണ്ടതാണെന്നിരിക്കട്ടെ. എന്നിട്ടും നമ്മൾ തന്ത്രപരമായി ആ വിമാനങ്ങളെ നമ്മൾ ഡൗൺ ചെയ്തു എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ ഇതൊരു വലിയ സാധ്യതയാണ്. പിന്നെ നമ്മൾ ഈ വിമാനങ്ങൾ ഇപ്പോൾ യുദ്ധമാണ്. ഇപ്പോൾ നേരത്തെ TG ഇവിടെ ഇരുന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് TG പറഞ്ഞു, സുനിലും ഞാനും കൂടെ ഒരു ഇടി ഉണ്ടാക്കുകയാണ്. എൻ്റെയൊക്കെ ആരോഗ്യം സുനിലിനുണ്ട്, സുനിൽ നല്ല ഇടി എനിക്കിട്ട് തരും. പക്ഷെ ഞാനിടയ്ക്ക് സുനിൽ 2 മാന്തെങ്കിലും തരും. ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുന്നു. നമുക്ക് പാകിസ്ഥാനേക്കാൾ കരുത്തുണ്ട്. പക്ഷെ പാകിസ്ഥാൻ്റെ 1-2 ഇടിയൊക്കെ നമുക്കും കിട്ടും. യുദ്ധം അങ്ങനെയല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെ ഖാർഗെയൊക്കെ പറയുന്ന പോലെ ഇന്ത്യക്ക് എന്ത് പറ്റിയെന്നറിയണം. ഇന്ത്യ യുദ്ധത്തിന് പോയാൽ ഇന്ത്യക്കും പരിക്ക് പറ്റും. നമ്മൾ കേട്ടില്ലേ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് മെഡിറ്ററേനിയൻ സീയിൽ റെഡ് സീയിൽ അമേരിക്കൻ വിമാനവാഹിനിയിൽ നിന്ന് F-16 കടലിൽ പോയി. ഹൂത്തികൾ പറയുന്നത് ഞങ്ങൾ അവനെ വെടിവെച്ചിട്ടാണെന്ന്. അമേരിക്ക പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളുടെ കപ്പലിൽ നിന്ന് തെന്നി വീണതാണെന്ന് പറയുന്നത്. കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക്
രണ്ടാം ലോകമായ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഒരു വേൾഡ് വാറിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ മിഗ് വിമാനങ്ങൾ കഴിഞ്ഞ 15 വർഷത്തിനാണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിമാനങ്ങൾ തകരുക, ആക്രമണ കാലത്തും യുദ്ധം നടക്കുമ്പോഴും പരിശീലന കാലത്ത് വിമാനങ്ങൾ തകരുന്നില്ലേ? അപ്പോൾ വിമാനങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത്ര പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്കിപ്പോൾ കുറേ കാലമായി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ റാഫേൽ എന്ന് പറഞ്ഞ് നമ്മുടെ ആളുകൾ, സൈന്യമാവണമെന്നില്ല, റാഫേൽ വന്നപ്പോൾ ഇത് എല്ലാം തികഞ്ഞൊരു വിമാനം വന്നിരിക്കുന്നു, ഇനി നമ്മളെ ബീറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരിമിതമായ ജ്ഞാനം വെച്ച് പറയുന്നത്. പക്ഷേ റാഫേൽ അല്ല ഏറ്റവും മികച്ചത്, റാഫേൽ അല്ല സുഖോയ് ആണ് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് സ്ട്രാറ്റജിക്കലി നമുക്ക് പറ്റിയിട്ടുള്ള പശുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ജനറൽ ബക്ഷിയുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ജനറൽ ബക്ഷി ഒരു കമൻറ്റ് പറഞ്ഞു, അതായത് ഈ യുദ്ധം നമ്മൾ ജയിച്ചു, പക്ഷെ മീഡിയ വാർ പാകിസ്ഥാൻ ജയിച്ചു. പാകിസ്ഥാൻ്റെ പ്രൊപ്പഗാൻഡ ലോകം മുഴുവൻ പറഞ്ഞു, അവരാണ് ജയിച്ചത്, അവരുടെ ഏറ്റവും അവസാനത്തെ അവരുടെ പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ് അസിം മുനീറിന് ഫെയിൽഡ് മാർഷലാക്കി, യുദ്ധം ഞങ്ങൾ ജയിച്ചു എന്നൊരു കാമ്പയിൻ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അവർ ലോകത്തിന് ഞങ്ങൾ ഫീൽഡ് മാർഷൽ കൊടുത്തു, കാരണം ഞങ്ങളാണ് യുദ്ധം ജയിച്ചതെന്നുള്ള ഒരു നാരേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചിട്ടുണ്ടോ? നമുക്ക് പറ്റിയത് പാകിസ്ഥാൻ്റെ ഫസ്റ്റ് ഡേ മുതൽ അവരുടെ മിലിറ്ററി ബ്രീഫിംഗ് മുഴുവൻ നടത്തിയത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മൾ ഒരു ബക്ഷി ചൂണ്ടിക്കാട്ടിയത്, നമ്മൾ സോഫിയ ഖുറേഷിയെ, വ്യോമിക സിംഗിനെ ഇറക്കിയിട്ടാണ് നമ്മൾ ഈ ബ്രീഫിംഗ് നടത്തിയത്. അത് നമ്മുടെ ഒരു പാളിച്ചയായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രതീകാത്മകമായ പേരിട്ടു, അവരെ ആക്രമിച്ചിട്ട് അതിൻ്റെ ഇന്ത്യയിലെ സ്ത്രീകളുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടി 2 വനിതാ ഉദ്യോഗസ്ഥകളെ കൊണ്ട് അതിൻ്റെ പ്രസ് ബ്രീഫിംഗ്, വിശദീകരണം നടത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കലി ഓക്കെയാണ്. പക്ഷെ സൈനികപരമായി അത് പറയേണ്ടിയിരുന്നു. എന്തുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയാതെ താരതമ്യേന ജൂനിയറായ 2 പേരെ വിട്ട് എന്താണ് എന്ന് നമ്മളത് വൈകാരികമായി എടുക്കും. ഇന്ത്യക്കകത്ത് കണ്ടോ, ആ പെണ്ണുങ്ങളെ കരയിപ്പിച്ചവന് പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ മറുപടി കൊടുത്തു എന്നൊക്കെ നമുക്ക് രക്തം തളിച്ച് പറയാം. പക്ഷെ മറ്റുള്ളവരെ നോക്കുമ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ലെവലിലുള്ള ആളുകൾ പറയുമ്പോൾ, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വളരെ ജൂനിയറായ 2 വനിതാ ഓഫീസർമാർ ഒന്ന് ബ്രീഫ് ചെയ്യുന്നു. അവർ നമ്മൾ കാണുന്ന പോലെ അത് വൈകാരികമായി കാണില്ല. അവിടെ ഒരു കുഴപ്പം നമുക്ക് പറ്റിയതാണ് ജനറൽ ബക്ഷി പറഞ്ഞത്. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ 2 വനിതകൾ പറയട്ടെ എന്നുള്ളത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സൈന്യത്തോട് ആവശ്യപ്പെട്ടതായിരിക്കാം. രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു കാണാം, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബ്രീഫിങ് ഈ സിന്ദൂർ എന്നൊക്കെ പേരിട്ടതുകൊണ്ട് വനിതകൾ നടത്തട്ടെ എന്ന് പറഞ്ഞതാണെങ്കിൽ അതത്ര ശരിയായില്ല എന്നൊരു തോന്നൽ ആണ് ജനറൽ ബക്ഷി പങ്കുവച്ചത്. പിന്നീട് നോക്കൂ, അതിനുശേഷം വ്യോമിക സിംഗിനെയും സോഫിയ ഖുറേഷിയെ കണ്ടിട്ടില്ല. പിന്നെ വന്നതെല്ലാം ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, എയർ ഓപ്പറേഷൻസ് ഒക്കെയാണ് വന്നത്. അപ്പോൾ അവിടെ ഒരു പെശക്, നമുക്ക് ഈ പ്രൊപ്പഗാൻഡ ലെവലിൽ നമുക്കൊരു പെശക് വന്നോ? ഈ ടാക്റ്റിക്കൽ മിസ്റ്റേക്ക്, സ്ട്രാറ്റജിക് മിസ്റ്റേക്സ് എന്ന് പറയുന്നത്, എറേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ചില വീഴ്ചകൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നു, CDS പറയുന്നു, 2ാം ദിവസം നമ്മളിതെല്ലാം പരിഹരിച്ചു, അവൻ്റെ എയർബേസ് മുഴുവൻ തകർത്തു. എന്തിന് 2 രാജ്യങ്ങളും അംഗീകരിക്കാത്ത ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്. എന്ത് ചെയ്തു? അവൻ്റെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് ഉള്ള കിരാന ഹിൽസ് വരെ നമ്മൾ ആക്രമിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മൾ ബ്രഹ്മോസ് പ്രയോഗിച്ചു എന്നുള്ള സാധനം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉണ്ട്. വലിയ വിജയം നമ്മൾ നേടി. അവൻ്റെ നൂർഖാൻ ഉൾപ്പെടെയുള്ള എയർബേസുകളൊക്കെ തവിടുപൊടിയാക്കി. നമ്മുടെ ലോസ് എന്താ? നമ്മുടെ ലോസ് ഒന്നുമില്ല. നമ്മുടെ വിമാനം വീണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. യുദ്ധമല്ലേ, വിമാനം വീഴും, ആളും വീഴും, കപ്പലും വീഴും. 71 യുദ്ധത്തിൽ നമുക്കൊരു കപ്പൽ പോയില്ലേ? അതെ, കപ്പൽ മുങ്ങി. നമ്മുടെ പാകിസ്ഥാൻ്റെ ഖാസി INS, പാകിസ്ഥാൻ നേവൽ ഷിപ്പ് ആയിട്ടുള്ള PNS ഖാസി വിശാഖപട്ടണം കടലിൽ മുങ്ങിക്കിടപ്പുണ്ട്. മുങ്ങിക്കപ്പൽ നമ്മൾ തകർത്തു. അപ്പോൾ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് ഒന്നും പറ്റാതെയുള്ള യുദ്ധമൊന്നുമില്ല. അപ്പോൾ ഈ യുദ്ധത്തിൽ നമുക്ക് പരിമിതമായ ലിമിറ്റഡ് വാറാണ്. അതിനകത്ത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആ നഷ്ടങ്ങളുണ്ട്. വിമാനം നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ലോസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ട്രേസസ്, തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വിമാനം തകർന്നു വീണാൽ മുമ്പ് പറഞ്ഞതുപോലെ ഓടി നടന്ന് തൂത്തുവാരി കൊട്ടയിലെടുത്ത് ഒളിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്ന അദ്ദേഹത്തിനോടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടോ? ഉത്തരം വളരെ കൃത്യമായി പറഞ്ഞില്ലേ? നോ.
അത് അബ്സല്യൂട്ട്ലി റോങ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രാജ്യത്തെ ജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ ആരെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്? പാകിസ്ഥാൻ പറയുന്നതാണോ ഇന്ത്യൻ ആർമി പറയുന്നതാണോ? ഇന്ത്യൻ സൈന്യം പറയും. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലാവത്തില്ല. രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും വിശ്വാസം പാകിസ്ഥാൻ സൈന്യം പറയുന്നതാണ്. കാരണം രാഹുൽ ഗാന്ധിയോട് പറയുന്നില്ലെന്നാണ് ഒരു പരാതി കൂടെ രാഹുൽ ഗാന്ധിക്ക് കാണും. ഇന്ത്യൻ സൈനിക രഹസ്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചൈനയുമായി നേരിട്ടൊരു കരാർ ഒപ്പിട്ടിരിക്കുന്ന മഹാനാണ് രാഹുൽ ഗാന്ധി. എന്ത് കരാറാണ് ചൈനയും രാഹുൽ ഗാന്ധിയോട് ഒപ്പിട്ടിരിക്കുന്നത്? വാട്ട് ഈസ് രാഹുൽ ഗാന്ധി ആരാ? ചൈന എന്ന് പറയുന്ന ഒരു രാജ്യവുമായി കരാറിൽ ഒപ്പിടാൻ മാത്രം ആരാണ് രാഹുൽ ഗാന്ധി? അപ്പം ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് പ്രിയൻ പറയുന്ന പോലെ ആശങ്കകൾക്ക് മറുപടിയില്ല, സങ്കടപ്പെടാനും ഒന്നുമില്ല. നമ്മൾ യുദ്ധം ജയിച്ചു, നമ്മളാണ് ജയിച്ചത്, നമ്മളേ ജയിച്ചുള്ളൂ. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനിയൊരു ആക്രമണത്തിന് മുന്നോട്ട് വരാൻ കഴിയാത്ത തരത്തിൽ അവൻ്റെ തന്ത്രപ്രധാനപരമായ എയർ ബേസുകളിൽ ഉൾപ്പെടെ നമ്മൾ തകർത്തിട്ടുണ്ട്. അത് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മാത്രമല്ല, ഇന്നലെ പാകിസ്ഥാൻ്റെ ഒരു സൈനിക ഓഫീസറുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതായത് പാകിസ്ഥാനിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യക്ക് അടിക്കാൻ കഴിയും, ഇന്ത്യ അത് ചെയ്യും, ആ ആശങ്കയിൽ വേണം നമ്മൾ ജീവിക്കാം എന്ന് അയാൾ പറയുന്ന ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസ് ബ്രീഫിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ കണ്ടതേ ഉള്ളൂ. പാകിസ്ഥാൻ വല്ലാത്ത ഭയത്തിലാണ്. പാകിസ്ഥാൻ ഭയന്നിരിക്കുന്നു എന്ന് കണ്ടിട്ട് ഇവിടെ ആശങ്ക ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ CDS പറഞ്ഞതിനെ തുടർന്ന് ചില ആളുകളൊക്കെ ഈ ഞാഞ്ഞൂൽ വരെ തലപൊക്കിയിട്ടുണ്ട്. വീണില്ലേ വിമാനം വീഴും. വിമാനം വീഴാതെ, ആള് വീഴാതെ ഒരു യുദ്ധവും നടത്താനും ജയിക്കാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ വിമാനങ്ങൾ വീണിട്ടുണ്ടോ എന്നതിന് വളരെ കൃത്യമായി ബ്ലൂംബർഗ് CDSനോട് ചോദിച്ചു. ഉത്തരം നോ എന്നായിരുന്നു. അത് വിശ്വസിക്കാനാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കിഷ്ടം. അതിനാണ് സാധ്യത. അതിനപ്പുറത്തുള്ള ഒന്നും ഞാൻ പറയട്ടെ എൻ്റെ പ്രിയ, നമ്മുടെ വിമാനം വീണിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിയുന്നില്ലേ? ഇത്രയും ദിവസത്തിനകം ആ വിമാനത്തിൻ്റെ ഒരു കഷ്ണമെങ്കിലും കാണിച്ചുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ജിഹാദികളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ ലിബറലുകളും ഇന്ത്യയുടെ വിമാനം പോയി എന്നും പറഞ്ഞ് ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യത്തില്ലേ? എന്തുകൊണ്ട് വരുന്നില്ല? അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നതുകൊണ്ടാണ് അല്ലേ? അപ്പം നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തന്നെ അത് കരുതുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.